നൽകിയ രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവം ധാരാളമായി നൽകുമാറാകട്ടെ. 119 സങ്കീർത്തനം 50 വാക്യത്തിൽ ദൈവവചനത്തിൽ ആശ്വാസമുണ്ട് എന്ന് 119 സങ്കീർത്തനം 50 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം കൈക്കൊള്ളുമ്പോൾ, ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ ആശ്വാസവും സമാധാനവും ദൈവവചനത്തിൽ ഉണ്ടാകുമെന്നാണ് 119 സങ്കീർത്തനം 50 വാക്യത്തിൽ നമുക്ക് കാണുവാനിടയാകും. ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം കാലാകാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലായി ഈ ദിവസത്തിൽ സമാധാനവും ശാന്തിയും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വരവിൽ, ന്യായവിധിയിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതെല്ലാം നിനക്ക് നൽകി നീ മുഖാന്തരം എത്ര പേർ മാനസാന്തരപ്പെട്ടു? നീ മുഖാന്തരം എത്ര പേർ സ്നാനപ്പെട്ടു? എത്ര ആത്മാക്കളെ നീ സമ്പാദിച്ചു? നീ സമ്പാദിച്ച ആത്മാക്കളെ കൊണ്ടുവാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാകും. അന്ന് ഒരു മനുഷ്യനും തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. യേശു പറഞ്ഞ മാർക്കോസ് 1:15 കാലം തികഞ്ഞു, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കള്ളും കഞ്ചാവും മദ്യപാനങ്ങളും ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ, സമാധാനമില്ലാതെ സമാധാനത്തിനു വേണ്ടി മനുഷ്യർ ഓടുമ്പോൾ, ദൈവവചനത്തിൽ, ദൈവികത്തിൽ, ദൈവിക ശക്തിയിൽ ദൈവത്തിൽ ഭയപ്പെടുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ഉയർത്തുമ്പോൾ, ദൈവത്തെ പുകഴ്ത്തുമ്പോൾ, ദൈവത്തെ പാടുമ്പോൾ നീറി പുകയുന്ന ഒരു ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും തരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഓരോ ദിനങ്ങളിലും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഉൽപ്പത്തി 18 സൊദോം ഗൊമോര പട്ടണം നശിക്കുന്നതിന് മുമ്പ് അബ്രഹാം പ്രാർത്ഥിച്ചു, ദൈവമേ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ ദൈവമേ ഞാൻ നശിപ്പിക്കുകയില്ല. സിനിമയും സീരിയലും കള്ളും കഞ്ചാവും ദുർമന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ സഭകളിൽ അടിയ, സഭകളിൽ കമ്മിറ്റി. എന്തിനാ കമ്മിറ്റി? സഭയിൽ പണത്തെ എണ്ണി തിട്ടപ്പെടുത്തി സഭയിൽ വയ്ക്കുന്നത് വരെ സമാധാനമില്ല. ആ പണം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സഭയെ എണ്ണി തിട്ടപ്പെടുത്തി ബീറോയിൽ വെക്കരുത്. ബീറോകളൊക്കെ പൊട്ടിച്ച് സഭകളിലുള്ള പണം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. സഭയിൽ കമ്മിറ്റി എന്തിനാ? എവിടെ ഡിസ്കോഡൻസ് സഭയ്ക്കകത്ത്? സഭയിൽ ആരാധന നടക്കണം. ദൈവികമല്ലാത്ത ഓരോ പ്രവൃത്തികളും സഭകളിൽ നടക്കാൻ പാടില്ല. സഭകളിൽ പ്രാർത്ഥന നടക്കണം. സഭകൾ അടച്ചിടാൻ പാടില്ല. സഭകൾ ദൈവിക നടക്കണം. സഭ ദൈവത്തിന് വകയാണ്. സഭയ്ക്ക് വില കൊടുത്തത് കമ്മിറ്റിക്കാരല്ല. സഭയ്ക്ക് വില കൊടുത്തത് യേശുവാണ്. യേശുവിന്റെ രക്തത്താലാണ് സഭ വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ന്യായവിധിയിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസം വരും. അന്ന് വിശ്വാസിയായി ഇരുന്നോ എന്നല്ല ദൈവം ചോദിക്കുന്നത്. എത്ര ദിവസം നീ എന്നെ ആരാധിച്ചു എന്നല്ല ചോദിക്കുന്നത്. നിനക്ക് ആഹാരം നൽകി, ആരോഗ്യം നൽകി, ബുദ്ധി നൽകി, ശക്തി നൽകി, താമസിക്കാൻ ഭൂമി നൽകി, നിനക്കെല്ലാം നൽകി. നീ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ കൊണ്ടുവാ. സുവിശേഷ വേലയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരുത്തനെയും ദൈവം വെറുതെ വിടത്തില്ല. എല്ലാവരെയും ന്യായവിധിയിൽ പിടിച്ചു നിർത്തും. സഭകളിൽ പ്രാർത്ഥന നടക്കണം, ആരാധന നടക്കണം എന്ന് പറയാൻ കാര്യം, സഭയ്ക്കകത്ത് കമ്മിറ്റിയെ അടിയും നടക്കുന്നത് കൊണ്ട് പിള്ളേരൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ഉത്തരവാദി? സഭയുടെ ഉത്തരവാദി ആരാ?
പിള്ളേര് ദൈവത്തെ ആരാധിക്കുന്നില്ല, പിള്ളേർ വാ തുറക്കുകയില്ല, കസേരയിൽ ചാരിയിരിക്കുക, മുട്ടുമടക്കണത്. ആദ്യം ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കണം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31 അവരെ ദൈവം സന്ദർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ് നമസ്കരിച്ചു. നീ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാൽ ലോകം നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. മന്ത്രവാദി മുട്ടുമടക്കും, ആഭിചാരക്കാരൻ മുട്ടുമടക്കും, കള്ളും കഞ്ചാവും നിർത്തലാക്കപ്പെടും. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. യോഹന്നാൻ 14:14, 15:16, യോഹന്നാൻ 16:23, 1 യോഹന്നാൻ 5:14-15. ഇത് കേൾക്കുന്ന ഉപദേശിമാർ ആരും കൂടെ ഇറങ്ങിപ്പോയി സുവിശേഷം പറ. ഞായറാഴ്ച മാത്രം സ്തോത്രം, വെള്ളിയാഴ്ച സ്തോത്രം, ബാക്കി പണ കയറാൻ വേണ്ടി പോവുകയാണ്. നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടിയും വിളിച്ചുവെങ്കിൽ യു ഗോ ടു ദ പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. 39 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനല്ല. കൂലിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയും കാട്ടിയും കോട്ടിയും കൂട്ടിയും അനുഗ്രഹത്തെ കുറിച്ച് പറയാൻ പറ്റും. അനുഗ്രഹമുണ്ട്, അത് പിന്നാലെ വരും. ആദ്യം ദൈവത്തെ നിർത്തുക. സഭകളിൽ കമ്മിറ്റി ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അപേക്ഷ. സഭകൾ ഡിസ്കോ ഡാൻസ്. സഭയ്ക്കകത്ത് 1 വയസ്സ് ഒരു കുഞ്ഞ് കളിച്ചാൽ കാണാൻ സുഖമായിരിക്കും. 6 മാസമായ ഒരു കുഞ്ഞ് കളിച്ചാൽ കാണാൻ സുഖമായിരിക്കും. 15 വയസ്സായ ഒരു കുഞ്ഞ് കളിച്ചാൽ കാണാൻ സുഖമായിരിക്കുമോ? പ്രാർത്ഥന നടക്കട്ടെ, സഭകളിൽ ആരാധന നടക്കട്ടെ, ദൈവിക നടക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നോട് പറഞ്ഞു, പാശ്ചാത്യ രാജ്യം പോലെ നമ്മുടെ സഭകൾ മാറി. സെക്രട്ടറിക്ക് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് വരെ അവന് സമാധാനമില്ല. ആരാ പറഞ്ഞ അവൻ്റെ അടുത്ത് സഭ ഈ സ്തോത്ര കാഴ്ചയിൽ കൈവയ്ക്കാൻ വേണ്ടി അവരോട് ആരാ പറഞ്ഞത്? ഉപദേശി ആവശ്യമുള്ള പണം എടുക്കണം, ബാക്കി പണം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. എന്നെ തിട്ടപ്പെടുത്തി ആഴ്ചതോറും വായിച്ചില്ലെങ്കിൽ ഇവൻ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. ഇവരെ പ്രഷർ കയറിക്കൊണ്ടിരിക്കുക, ഷുഗർ കയറിക്കൊണ്ടിരിക്കുക. ഷുഗറും പ്രഷറും ഇല്ല എന്ന് ഞാൻ പറയും. ദൈവത്തിന് മുമ്പിൽ നീതിയോട് നീ നിന്നാൽ, അതാ പറയുന്നത് വെളിപ്പാട് 22:11, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിയുള്ളവൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ത്യയിൽ പല സ്റ്റേറ്റിൽ ഞാൻ പോകുന്ന മനുഷ്യനാ. ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു. ഓരോ മനുഷ്യനെ അനുഭവിക്കുന്ന വേദന നോക്കണം. സഭയ്ക്കകത്ത് പണമുണ്ട്, സഭയുടെ പേരൊന്നും പറയുന്നില്ല. ബ്യൂറോയ്ക്കകത്ത് പണമുണ്ടെങ്കിൽ അഡ്രസ്സുകൾ പറഞ്ഞു തരാം, അയച്ചു കൊടുക്കുക. പണം തൊട്ടുപോകരുത്. ദൈവവേലയ്ക്കുള്ള പണം നെഞ്ചുപൊട്ടി വിളിച്ച് സുവിശേഷം അറിയിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അപ്പനെ ബഹുമാനിക്കണം. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവത്തോട് എതിർക്കരുത്. ദൈവത്തോട് എതിർത്ത് രക്ഷപ്പെട്ട ഒരുത്തനുമില്ല. ദൈവത്തോട് എതിർത്ത ലൂസിഫറിനെ വെട്ടി ഭൂമിയിലേക്കിട്ടു. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ ആകാശത്തിന് മുകളിൽ കയറി. അവൻ ആപ്പീസ് പൂട്ടി വെട്ടി ഭൂമിയിലേക്കിട്ടു. യെശയ്യാവ് 14, എഹെസ്കേൽ 28, യോഹന്നാൻ 10:10, 1 പത്രോസ് 5:8, എഫേസ്യർ 6:10 മുതൽ അനേക വചനങ്ങൾ പറയുന്നു. അവൻ ദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ, ദുർമന്ത്രവാദം, ആഭിചാരം, കൊലപാതകം, കള്ള്, കഞ്ചാവ്, സമാധാനത്തെ നശിപ്പിക്കുക, കുടുംബത്തിൽ അടിയുണ്ടാക്കുക, സഭയ്ക്കകത്ത് അടിയുണ്ടാക്കുക, സഭയ്ക്കകത്ത് പ്രാർത്ഥന ജീവിതമില്ല, കശേരയിൽ എങ്ങനെയാ നൂന്നിരിക്കുക. നീ മുട്ടുമടക്ക ദൈവസന്നിധിയിൽ. ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങാത്തിയ, ദൈവത്തെ കീഴടക്കാൻ വേണ്ടി ആഗ്രഹിക്കാതെ ദൈവത്തെ ഉണ്ടാക്കരുത്. ദൈവത്തെ ഉണ്ടാക്കാൻ ഒരുത്തനെ കൊണ്ട് കഴിയത്തില്ല. 100 കിലോ സിമന്റിലും 10 കിലോ കമ്പിയിലും 4 പാക്കറ്റ് പാറപ്പൊടിയിലും ഒതുങ്ങുന്ന ദൈവമാണ്. വേദപുസ്തകം പറയുന്നു, പ്രവൃത്തി പുസ്തകം 7:48-49, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി ദൈവത്തിന്റെ പാദപീഠം. ലോകത്തിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല ദൈവത്തെ ഉണ്ടാക്കാൻ. ഓരോരുത്തരും ജനിച്ചിട്ടുമില്ല, ജനിക്കാനും പോകുന്നില്ല. ഹൂ ആർ യു? നീ ആരെ ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒബേ, കീഴ്പ്പെട്, അനുസരിക്ക, താഴ്മപ്പെട്, പ്രാർത്ഥിക്ക, മക്കൾക്ക് പ്രാർത്ഥന ജീവിതം കൊടുക്കുക, ദൈവഭയം കൊടുക്കുക, ദൈവീയം കൊടുക്കുക. 39 വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കളെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു. 10ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീട്ടിൽ മന്ത്രവാദം നടന്നിട്ടുണ്ട്.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17-ാമത്തെ വയസ്സ് 1983 ഞാൻ നാട് വിട്ടു പോയവനാണ്. 86 കർത്താവിനെ കണ്ടുമുട്ടി. ഞാൻ സ്നാനമെടുത്തു, ദൈവശക്തി പ്രാപിച്ചു, ദൈവമനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിനെ ചോദിക്കുന്നുവെങ്കിൽ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ വെള്ളത്താൽ സ്നാനപ്പെടണം, നീ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, നീ വേർപെട്ട് ജീവിക്കണം, നീ അഹങ്കരിക്കരുത്. ആദ്യം കീഴ്പ്പെട. സകര്യ പ്രവചനം 4:6 പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരുത്തന മുമ്പിൽ ഭൂതം നിൽക്കുകയില്ല, മന്ത്രവാദി നിൽക്കുകയില്ല, മന്ത്രവാദം നിൽക്കുകയില്ല, ആഭിചാരം നിൽക്കുകയില്ല, ദുഷ്ടശക്തി നിൽക്കുകയില്ല. കാരണം ഈ വാർഡിലെ അധികാരമല്ല ദൈവത്തിന്റെ ദാസന് ദൈവം നൽകിയിരിക്കുന്നത്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ സകല അധികാരവും ദൈവം നൽകിയിരിക്കുകയാണോ? അധികാരത്തിലാണ് പ്രസംഗിക്കുന്നത്. അല്ല, ആരും ശമ്പളം തന്നിട്ടല്ല, ആരും കൂലി തന്നിട്ടല്ല, ഭിക്ഷക്കാരുടെ ജോലിയല്ല ചെയ്യുന്നത്, എണ്ണി തിട്ടപ്പെടുത്തുന്ന പണവുമല്ല. ഇതെല്ലാം എൻ്റെ അപ്പൻ്റെ വകയാണോ? കാണുന്ന സൂര്യൻ എൻ്റെ അപ്പൻ്റെ വകയാ, ചന്ദ്രൻ എൻ്റെ അപ്പൻ്റെ വകയാണ്. നിങ്ങൾക്ക് 5 സെന്റ് കാണി ഈ കാണുന്ന കോടിക്കണക്കിൽ കിലോമീറ്റർ ദൂരമുള്ള വസ്തുവും വകയും എൻ്റെ അപ്പൻ്റെ വകയാണ്. സഭകളിൽ പ്രാർത്ഥന നടക്കട്ടെ, ആരാധന നടക്കട്ടെ, ദൈവികം നടക്കട്ടെ. ദൈവികമല്ലാത്ത ഒരു പ്രവൃത്തികളും പിശാചിന്റെ പ്രവൃത്തികൾക്ക് നമ്മൾ ഇടം കൊടുക്കരുത്. മത്തായി 24, 12, 13, 14 വാക്യങ്ങളിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആകാത്ത പാതകളിൽ പോകരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. 2 മണി 3 മണിക്ക് ഞാൻ വീട് വിട്ട് പോകാറുണ്ട്. 15-16 വയസ്സ് പെൺപിള്ളാരും ആൺപിള്ളാരും സിറ്റിയിൽ കൂടെ രാത്രി 2 മണിക്ക് കിടന്ന് കറങ്ങുന്നത് കാണാം. അവരിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ കറക്കമാ, സിറ്റിയിൽ കൂടെ കറക്കമാ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നല്ല കുടുംബത്തിലെ പിള്ളേരാണ് അവരിങ്ങനെ കറക്കുക. രാത്രി കറക്കം, പകൽ ഉറക്കം. രാത്രി ഇങ്ങനെ കറങ്ങുക. ഈ പെൺപിള്ളാരൊക്കെ വീട് വിട്ട് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ കേൾക്കുക, നിങ്ങൾ കേൾക്കണം, മാതാപിതാക്കൾ കേൾക്കണം. നമ്മുടെ സഹോദരിമാര് പണ്ടിറങ്ങി നടന്നിട്ടുണ്ട്. ഇതുപോലെ നടക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. നടക്കട്ടെ, ഓടട്ടെ, പഠിക്കട്ടെ, ചാടട്ടെ. രാത്രി 12 മണി 1 മണിക്കൊക്കെ വീട്ടിൽ കിടന്നുറങ്ങേണ്ട കുഞ്ഞുങ്ങള് സിറ്റിയിൽ കൂടെ കിടന്ന് കറങ്ങുക. ഇങ്ങനെ കറങ്ങിക്കഴിയുന്നത് ചിന്തിച്ചു നോക്കുക. പിന്നെയാണ് പത്രത്തിൽ വരുന്നത്. നമുക്ക് വായിക്കാം. രാത്രി റെസ്റ്റ് എടുത്തിട്ട് പഠിച്ച് രാവിലെ സ്കൂളിൽ പോകേണ്ട കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകേണ്ട കുഞ്ഞുങ്ങൾ, 15-16 വയസ്സ് കുഞ്ഞുങ്ങൾ കിടന്ന് കറങ്ങിയ സിറ്റിയിൽ കൂടെ. നാണക്കെടുത്ത് തന്നെയാണ് പറയാൻ. നമ്മുടെ മക്കളുടെ സംരക്ഷണ നമ്മളാണോ? അപ്പൻ ജോലിക്ക് പോയാൽ അമ്മ ശ്രദ്ധിക്കണം. എവിടെ പോയി? കുറെ പണം സമ്പാദിച്ചിട്ടിട്ട് നശിച്ച് നരകത്തിൽ പോകാതെ, ഒന്നുമില്ലാതെ നീ സ്വർഗത്തിൽ പോ. 119 സങ്കീർത്തനം 50 പറയുന്നത് പോലെ ദൈവവചനത്തിൽ ശാന്തി ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്തിനായി, ദേശവാസികൾക്കായി, പിതാക്കന്മാർക്കായി, അമ്മമാർക്കായി, സഹോദരിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ആത്മഹത്യ നടക്കരുത്, കൊലപാതകം നടക്കരുത്, കള്ളുക്കടകൾ, ബ്രാൻഡി കടകൾ അടയ്ക്കപ്പെടണം. ഹൃദയത്തിൽ ശാന്തി നൽകണമേ. ഓരോ കുടുംബങ്ങളെയും ദൈവിക സമാധാനത്താൽ ദൈവം നിറയ്ക്കണം. ഈ ഭൂമിയിൽ കാണുന്നത് പോലെ സകലവരെയും സ്വർഗത്തിൽ കാണപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മാറാനാഥ, യേശു വേഗം വരും. ദൈവം നിങ്ങൾക്ക് ശാന്തിയും